ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അതേപോലെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓക്കെ. പട്ടികയിൽ നിന്ന് എന്തെല്ലാമാണ് മനസ്സിലായത്? സവിശേഷതകൾക്കനുസരിച്ച് സസ്യങ്ങളെ തരംതിരിച്ചിരിക്കുന്നതിനെ പറ്റി ചീരയും മാവും ചെമ്പരത്തിയും പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കൂ. എന്താണ് പറയുന്നത്? എന്നെയും എൻ്റെ കൂട്ടുകാരെയും ഓഷധികൾ എന്നാണ് വിളിക്കുക. ഞങ്ങളുടെ പ്രത്യേകതകൾ എഴുതൂ. ഇപ്പം നമ്മളിവിടെ പ്രത്യേകതകൾ ടിക്കിട്ടിട്ടുണ്ട്. ചീരയുടെ തണ്ട് മൃദുവായതാണ്. അതുപോലെ വലുപ്പം ഇടത്തരം വലുപ്പമാണ്. അതുപോലെ മാസങ്ങളാണ് ഇത് നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് തണ്ട് മൃദുവാണ്, ആഴത്തിൽ വേരോട്ടമില്ല, രണ്ട് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇടത്തരം വലുപ്പമുള്ളതാണ്, മാസങ്ങൾ നിലനിൽക്കും. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ രണ്ടും എഴുതാം. ഇനി വളരെ ഉയരത്തിൽ വളരുന്ന ഞങ്ങളെ അറിയില്ലേ? ഞങ്ങളാണ് മരങ്ങൾ. ഞങ്ങളുടെ പ്രത്യേകതകൾ കൂടി എഴുതൂ. വളരെ കാഠിന്യമുള്ള തണ്ട്, വലുപ്പം വലുതാണ് അല്ലേ? ഞങ്ങൾ ഉയരത്തിൽ അല്ലെങ്കിൽ വളരെ വലുതാകുന്നതാണ്, വലിയതാണ്. ഞങ്ങൾ വളരെയധികം വർഷങ്ങൾ നിലനിൽക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതുന്നു? വളരെയധികം വർഷങ്ങൾ നിലനിൽക്കുന്നു. അടുത്തത് ചെമ്പരത്തി പറയുന്നു, തണ്ടുകൾക്ക് കടുപ്പമുണ്ടെങ്കിലും ഞങ്ങളും ചെറിയ ചെടികളാണ്. ഞങ്ങളെ കുറ്റിച്ചെടികൾ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ പ്രത്യേകതകൾ എഴുതൂ. അപ്പോൾ ചെമ്പരത്തിയുടെയൊക്കെ പ്രത്യേകത നമ്മൾ എഴുതിയിട്ടുണ്ട്. കാഠിന്യമുള്ള തണ്ട്, ഇടത്തരം വലുപ്പം, വർഷങ്ങൾ നിലനിൽക്കുന്നു. അപ്പോൾ ചീരയും ചീരയുടെ കൂട്ടുകാരെയും നമ്മൾ വിളിക്കുന്ന പേര് ഓഷധികൾ എന്നാണ്. മാവും മാവ് പോലെയുള്ള വലിയ മരങ്ങൾ, അതായത് അവയൊക്കെ മരങ്ങളാണ്. ചെമ്പരത്തി, മൈലാഞ്ചി, തുളസി ഇതുപോലെയുള്ള കാഠിന്യമുള്ള തണ്ടോടുകൂടിയ ചെറിയ ചെടികളെ, ഇടത്തരം വലുപ്പമുള്ള ചെടികളെ നമ്മൾ വിളിക്കുന്നത് കുറ്റിച്ചെടികൾ എന്നാണ്. ഇവിടെ നമുക്ക് ഒരു വർക്ക്ഷീറ്റ് പൂർത്തിയാക്കാം. ഓഷധികൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുള്ളവയൊക്കെയാണ് ഓഷധികൾ? തണ്ട് മൃദുവായതും വലുപ്പത്തിൽ ചെറുതും മാസങ്ങൾ മാത്രം നിലനിൽക്കുന്നതുമായ സസ്യങ്ങളെ ഓഷധികൾ എന്ന് പറയുന്നു. അടുത്തത് കാഠിന്യമുള്ള തണ്ടോടുകൂടിയതും ഇടത്തരം വലുപ്പമുള്ളതും വർഷങ്ങൾ ജീവിക്കുന്നതുമായ സസ്യങ്ങളാണ് കുറ്റിച്ചെടികൾ. അടുത്തത് വളരെ കാഠിന്യമുള്ള തണ്ടോടുകൂടിയതും വളരെയധികം വലുപ്പമുള്ളതും വളരെയധികം വർഷങ്ങൾ ജീവിക്കുന്നതുമായ സസ്യങ്ങളാണ് മരങ്ങൾ. ഇപ്പോൾ ഈ 3 തരത്തിലും നമ്മൾ സസ്യങ്ങളെ തരംതിരിച്ച് മനസ്സിലാക്കി അല്ലേ? ഇനി നമുക്ക് അവയെ ഒന്ന് പട്ടിക ആക്കാം. ചീര, ചെമ്പരത്തി, മാവ് എന്നിവയുടെ കൂട്ടത്തിൽപ്പെട്ടവർ ആരെല്ലാമായിരിക്കും? പട്ടിക പൂർത്തിയാക്കൂ. അപ്പോൾ ചീര എന്നുള്ളത് അതേപോലെയുള്ള ഓഷധികളെ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യാം. ചീര, വാഴ, തക്കാളി, നെല്ല്, പുല്ല്, തുമ്പ. ഇനി കുറ്റിച്ചെടികളിൽ പെടുന്ന ഏതൊക്കെയാണ് എന്ന് നോക്കാം. റോസ്, മുല്ല, ചെമ്പരത്തി, മൈലാഞ്ചി, നാരകം, തുളസി ഇതുപോലെ ഇടത്തരം വലുപ്പമുള്ള കാഠിന്യമുള്ള തണ്ടോട് കൂടിയവയൊക്കെ കുറ്റിച്ചെടികളാണ്. മരങ്ങൾ മാവ്, പ്ലാവ്, തെങ്ങ്, തേക്ക്, ആൽ ഇതെല്ലാം മരങ്ങളാണ്. ചേർത്ത് വരയ്ക്കൂ എന്ന ഭാഗം നോക്കൂ. കുറ്റിച്ചെടികൾ, ഓഷധികൾ, മരങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുള്ളത് തെങ്ങാണ്. തെങ്ങ് പെടുന്നത് മരത്തിലാണ്. അപ്പം മരങ്ങൾ എന്നുള്ളതിനുമായിട്ട് യോജിപ്പിച്ച് അതിനെ വരയ്ക്കുക. അടുത്തത് തുമ്പയാണ്. തുമ്പ ചെറിയ ചെടിയാണ്, അതുപോലെ തന്നെ അതിൻ്റെ തണ്ടിന് ബലവുമില്ല. അപ്പോൾ അത് നമ്മൾ ഓഷധികളുടെ കൂട്ടത്തിലാണ് പെടുത്തേണ്ടത്. അടുത്തത് ആൽ. ആലും ഒരു മരമാണ്, മരങ്ങളുമായിട്ട് അതിനെ യോജിപ്പിക്കുക.
അടുത്തത് ഇവിടെ റോസ് തന്നിട്ടുണ്ട്. റോസ് ഏതാണ്? കുറ്റിച്ചെടിയാണ്. അതിൻ്റെ തണ്ടിന് ബലമുണ്ട് അല്ലേ? പിന്നെ അധികം വലുപ്പമില്ല, വർഷങ്ങൾ നിലനിൽക്കും, അതുകൊണ്ട് അത് കുറ്റിച്ചെടിയാണ്. അതുപോലെ തന്നെയാണ് ഈ ഭാഗത്ത് തെച്ചി കാണുന്നുണ്ട്. തെച്ചിയും ഒരു കുറ്റിച്ചെടിയാണ്. ഇനി താഴെ കാണുന്നത് ചീരയും മുക്കുറ്റിയുമാണ്. ചീരയും മുക്കുറ്റിയും ഔഷധികളുമായിട്ട് ചേർത്ത് വരയ്ക്കുക. മനസ്സിലായില്ലേ? വള്ളിച്ചെടികളാണ് അടുത്തതായിട്ട്. വള്ളിച്ചെടികൾ. കൂട്ടുകാരെ, ഞങ്ങൾ വള്ളിച്ചെടികൾ, ഞങ്ങളും ഇവിടെയുണ്ട്. എന്തെല്ലാമാണ് ഈ സസ്യങ്ങളുടെ പ്രത്യേകതകൾ? എഴുതി നോക്കൂ. വള്ളികളായി പടരുന്നു, നിവർന്നു നിൽക്കാൻ കഴിയില്ല. പിന്നെ ചിലത് നിലത്തൂടെ പടർന്ന് വളരുന്നവയാണ്. അടുത്തത് ചിലത് താങ്ങിൽ അല്ലെങ്കിൽ മരത്തിൽ ചുറ്റിയും പറ്റിപ്പിടിച്ചും വളരുന്നവയാണ്. നിങ്ങളുടെ പരിസരം, സ്കൂൾ പരിസരവും അതുപോലെ വീടിൻ്റെ പരിസരവും നിരീക്ഷിച്ച് വള്ളിച്ചെടികൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതൂ. മുല്ലയും പിച്ചകവും മത്തനും കുമ്പളനും എന്തൊക്കെ എഴുതാം? അതൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് നിരീക്ഷിച്ചെഴുതുക. ഇത് നിരീക്ഷിച്ചെഴുതാൻ അധികം പ്രയാസമില്ല, വള്ളികൾ അല്ലേ? അപ്പം അത് എഴുതാം. ഈ വള്ളിച്ചെടികൾ 2 തരമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിലത്ത് പടർന്ന് വളരുന്നവയും താങ്ങിൽ പറ്റിപ്പിടിച്ചോ പടർന്നോ മുകളിലേക്ക് വളരുന്നവയും. നിലത്തുകൂടെ പടർന്ന് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ? മത്തൻ, കുമ്പളൻ ഒക്കെ. എന്നാൽ പയറും അതേപോലുള്ളതൊക്കെ എന്തെങ്കിലും ചുറ്റിപ്പിടിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചുറ്റിപ്പിടിച്ച് മുകളിലേക്ക് വളരാനാണ് ശ്രമിക്കുക അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവയെയും നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യണം. സസ്യങ്ങൾ ജലത്തിലും. ജലത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ജലസസ്യങ്ങൾ. എന്താണ് ഈ സസ്യങ്ങളുടെ പ്രത്യേകതകൾ? എഴുതി നോക്കൂ. കൂടുതൽ ജലസസ്യങ്ങൾ കണ്ടെത്തി എഴുതൂ. നമ്മൾ സാധാരണയായിട്ട് കാണുന്ന ജലസസ്യങ്ങൾ ആമ്പൽ, താമര ഒക്കെയാണ് അല്ലേ? പിന്നെ പലതരം പായലുകൾ, നമ്മൾ അക്വേറിയത്തിലൊക്കെ വളർത്തുന്ന പലതരം പായലുകളുണ്ട്. അസോള, പിസ്റ്റിയ, ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ കുളവാഴ, ഇതും ഒരു ജലസസ്യമാണ്. ജലസസ്യങ്ങളുടെയൊക്കെ തണ്ടുകൾ നിങ്ങൾ നിരീക്ഷിച്ച് നോക്കൂ. വളരെ മൃദുവായതാണ്, അതുപോലെ തന്നെ വലുപ്പവും കുറവാണ്. അപ്പോൾ ജലസസ്യങ്ങൾ എന്താണ്? ഔഷധികളാണ് അല്ലേ? ജലസസ്യങ്ങൾ ഔഷധികളാണ്. ഇനി ഇത് ആമ്പലാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ആമ്പൽ. ആമ്പലിൻ്റെ ഇലകളുടെ പ്രത്യേകത നോക്കൂ. ആമ്പലിൻ്റെ ഇലയിൽ വെള്ളം തന്നെ കാണുന്നില്ല അല്ലേ? നനഞ്ഞതുപോലെ തോന്നുന്നതേ ഇല്ല. എന്താണ് കാരണം? ആമ്പലിൻ്റെ ഇലയുടെ മുകൾ ഭാഗം ചെറിയ 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 മെഴുകു പരലുകളാൽ പൊതിഞ്ഞിരിക്കുന്നു, ആവരണം ചെയ്തിരിക്കുന്നു. ഇത് ഇലകളെ വെള്ളം നനയുന്നതിൽ നിന്ന് പ്രതിരോധിക്കുന്നു. അതുപോലെ തന്നെ ഇലകളിലും ഈ മെഴുകിൻ്റെ ആവരണം ഉള്ളതുകൊണ്ട് വെള്ളം തുള്ളികളായിട്ട് നിന്ന് അങ്ങോട്ട് ഒഴുകിപ്പോകും. താമരയുടെയും ആമ്പലിൻ്റെയും തണ്ടിലും ഇലയിലും വായു അറകൾ ഉണ്ട്. താമരയുടെയും ആമ്പലിൻ്റെയും തണ്ടിലും ഇലയിലും വായു അറകൾ ഉള്ളതിനാൽ അവ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഏറ്റവും വലിയ ജലസസ്യം ആനത്താമരയാണ്. ഒരു കുട്ടിയൊക്കെ കടത്തിയാലും ആ ആനത്താമര ഇല താഴ്ന്നു പോകില്ല. അത്രയും വലുതാണ് ആനത്താമര. ഏറ്റവും വലിയ ജലസസ്യം ആനത്താമരയാണ്. ഇനി നിങ്ങളുടെ വീട്ടുപരിസരത്തെ സസ്യങ്ങളെ ഔഷധികൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ച് ഏതിനം സസ്യങ്ങളാണ് കൂടുതൽ എന്ന് കണ്ടെത്തുക. അപ്പോൾ ഇനി ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ. ഗുഡ് ബൈ. അതുപോലെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഓക്കെ.